മോളെ, എന്റെ കുഞ്ഞെവിടെ? വെയിറ്റ് കുറവുള്ളതുകൊണ്ട് ഇൻക്യുബേറ്റർ വെച്ചിരിക്കുക. കുറച്ചു ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാം. എന്റെ കുഞ്ഞ് എവിടെയാന്ന് ചോദിച്ചേ. ഇനി ജന്മ നീ കുഞ്ഞിനെ കാണില്ല. അവന്റെ കുഞ്ഞിനെ നമുക്ക് വേണ്ട. നിങ്ങൾ അതിനെ കൊന്നോ? ഇല്ല, ഞാൻ വളർത്തും. അത് നിന്റെ ഭാവിക്ക് ദോഷമാണ്. അവനെ മറന്നതുപോലെ ആ കുഞ്ഞിനെ അങ്ങ് മറന്നേക്കാം. നിനക്ക് വേണ്ടി ആലോചിച്ച വരൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നുണ്ട്. മോൾ ആ വിവാഹത്തിന് സമ്മതിക്കണം. എന്റെ പോരാട്ടം എന്റെ മോളെ ഒന്ന് കാണാനും വാരിയെടുക്കാനും സ്വന്താക്കാനും മാത്രമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും എന്റെ പപ്പ ഇതിന് സമ്മതിച്ചില്ല. പപ്പയ്ക്കും മമ്മിക്കും മറ്റു വീട്ടുകാർക്കും ഒന്നേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ, ഞാൻ എന്റെ മകളെ മറക്കണം. പപ്പയും മമ്മിയും പറയുന്ന വിവാഹം കഴിക്കണം. ഞാൻ സന്തോഷത്തോടെ ജീവിക്കണം. അവരങ്ങനെ ആഗ്രഹിച്ചതിൽ വലിയ തെറ്റൊന്നുമില്ല. നീ ഒരു അമ്മയാവണം, നിനക്കൊരു കുഞ്ഞുണ്ടാവണം. അപ്പൊ മനസ്സിലാവും നിനക്കെന്റെ വേദനയുടെ ആഴം എന്താണെന്ന്. ഇതിനു മുമ്പ് മാഡം ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല. അവൾക്ക് മാഡത്തെ കണ്ടും പരിചയമില്ല. ആ കുട്ടിക്കിപ്പോ അവളുടെ അമ്മ ആ സബ് കളക്ടർ മാഡം മാത്രമാണ്. എനിക്ക് അവരോട് ദേഷ്യ വെറുപ്പോ ഒന്നുമില്ല. എങ്ങനെ അവരുടെ കയ്യിൽ വന്ന് പെട്ടതാ എന്റെ മോള്. പിന്നെ പിന്നെ അവരടുത്തു പോയെന്നും എനിക്കറിയാം. പക്ഷെ അവര് വിവരം വിദ്യാഭ്യാസമുള്ളൊരു ഉദ്യോഗസ്ഥയാ. അങ്ങനെ നോക്കിയാ എന്റെ കുട്ടി എനിക്ക് എന്നെ തരണം. മാഡം, വിദ്യാഭ്യാസ യോഗ്യതയും കുട്ടികളോടുള്ള സ്നേഹവും രണ്ടും രണ്ടാണ്. അന്വേഷിച്ചാരും വരാനില്ലാത്തതുകൊണ്ട് അവരറിയാതെ അവരവരുടെ മനസ്സിൽ അവരുടെ സ്വന്തം മകളായി സങ്കല്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു പോകുമ്പോ അവരുടെ മുഖം കണ്ടാൽ അത് മനസ്സിലാവും. ഞാൻ പ്രസവിച്ച അമ്മയാ. അതിന്റെ തെളിവുകള് എന്റെ കൈവശമുണ്ട്. അതുമായി ഞാൻ ഏതറ്റം വരെയും പോവും. ഞാൻ സ്വന്തമാക്കും എന്റെ മകളെ. വക്കീലേ, സാന്ദ്രയ്ക്ക് വല്ലാത്ത ടെൻഷന്. ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. എന്തെങ്കിലും ഒരു മറുപടി കൊടുത്തൊന്ന് സമാധാനിപ്പിക്കുക. എന്തിനാ ഇത്ര ടെൻഷൻ? ആ സ്ത്രീയുടെ ഫാദർ തന്നെയല്ലേ വന്ന് പറഞ്ഞത് ആ സ്ത്രീക്ക് മാനസിക വിഭ്രമമാണെന്ന്. നമ്മൾ അങ്ങനെ തന്നെ കാര്യങ്ങൾ കണ്ടാ മതി. പറയാൻ എല്ലാവർക്കും എളുപ്പം, പക്ഷെ എനിക്ക് വല്ലാത്തൊരു ഭയ. ആദ്യമായി സാന്ത്വനത്തിൽ വെച്ച് കണ്ടപ്പോഴും അതിനുശേഷവും ആ സ്ത്രീ അവരുടെ മകളാണ് മാമാട്ടി എന്ന് പറയുമ്പോഴും എന്തോ ഒരു ഭയം. മാമാട്ടി അവരുടെ കുട്ടി തന്നെയാണെന്നൊരു തോന്നൽ എനിക്കുണ്ട്. പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ ഫാദർ വന്ന് പറഞ്ഞതിന് ശേഷം എന്തോ ഒരു ദുരൂഹത. എന്താ സാന്ദ്രയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ? മാമാട്ടി ആ സ്ത്രീയുടെ കുട്ടിയല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തേണ്ട എന്താവശ്യം അദ്ദേഹത്തിനുള്ളത്?
അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ എന്തോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. എന്റെ സാന്ദ്ര, അത് തന്റെ തോന്നല. അദ്ദേഹം ആ സ്ത്രീയുടെ അവസ്ഥ തന്നെ അറിയിക്കുക മാത്രമാണ് ചെയ്തത്. സ്വന്തം മകളുടെ മാനസികാവസ്ഥ മറ്റാരെക്കാളും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് തന്നു എന്ന് കരുതിയേ മതി. ഇത് മുന്നറിയിപ്പല്ല, എനിക്ക് ഉറപ്പുണ്ട്. മുമ്പ് മാമാട്ടിയെ തേടി വന്ന ആളുകളെ പോലെയല്ല ഈ സ്ത്രീയുടെ വരവ്. മാമാട്ടിയെ കണ്ട നിമിഷം ഓടി വന്ന് വാരി പിടിച്ചതും അതിനുശേഷം അവരെന്നെ സമീപിച്ചതിലും ഒക്കെ ഒരു അസ്വാഭാവികത എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് സാന്ദ്രയ്ക്കിപ്പോ വേണ്ടത്? അഥവാ അവരിനിയും അവരുടെ ആവശ്യം കടുപ്പിച്ചാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നിയമപ്രകാരം മാമാട്ടി എന്ന കുട്ടി സാന്ദ്രയുടെയോ സഞ്ജയിന്റെയോ മകളല്ല. ആക്സിഡന്റിന് ശേഷം പത്രങ്ങളിലും ടിവികളിലും മറ്റും ഇക്കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വന്നതാണ് താൻ. പക്ഷേ ആരും കുട്ടി അന്വേഷിച്ചു വന്നില്ല. ഒരുപക്ഷെ ഈ വാർത്തകളും വിവരങ്ങളും ഒന്നും കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളോ ബന്ധുക്കളോ അറിഞ്ഞു കാണില്ല. അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കാത്ത സാഹചര്യമാവാം. പക്ഷേ ഇപ്പൊ വന്ന സ്ത്രീ അവരുടെ മകള് തന്നെയാണ് മാമാട്ടി എന്ന് പറഞ്ഞുവെങ്കിൽ, അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുവെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അവർക്ക് അവരുടെ മകളാണ് മാമാട്ടിയെന്ന് തെളിയിക്കാനായാൽ നിശ്ചയമായും മാമാട്ടിയെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടതായി വരും. അല്ല, മാമാട്ടി അവരുടെ മകളല്ല, എന്റെ മകളാ. സാന്ദ്രയെ പോലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ വൈകാരികമായിട്ട് കാര്യങ്ങളെ കാണരുത്. മാമാട്ടിയെ സാന്ദ്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാവാം. എന്ന് കരുതി മാമാട്ടി സ്വന്തം മകളൊന്നും ആവില്ലല്ലോ. മാമാട്ടിക്ക് ജന്മം നൽകിയ ഒരു മാതാവും പിതാവും ഉണ്ടാവും. അവർ അന്വേഷിച്ചു വന്നാൽ കൊടുത്തേ തീരൂ. വൈകാരിക പ്രകടനത്തിനൊന്നും ഇവിടെ സ്ഥാനമില്ല. നിയമമാണ് വലുത്. കുട്ടിയെ വിട്ടുകൊടുക്കാതിരുന്നാൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും. എന്താ സംഭവിച്ചത്? പറ. എങ്ങനെയാ കുഞ്ഞാറ്റ നിങ്ങളിൽ നിന്ന് മിസ്സായത്? എനിക്കറിയണം. അറിയില്ല മുതലാളി. കുഞ്ഞാറ്റയെ കാണാതായത് മുതൽ ഞങ്ങൾ തിരഞ്ഞു നടക്കുമായിരുന്നു. ഒടുവിൽ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നതുവാ. പക്ഷേ മിണ്ടരുത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അതിനെ ഒളിപ്പിച്ചു വളർത്തിയത് ഒരു ദിവസം എന്റെ മകളുടെ മടിയിലിരുത്തി കൊടുക്കാനല്ല. ആ കുഞ്ഞിനോ നിങ്ങൾക്കോ എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? ഇല്ല മുതലാളി. പൊന്നു പോലെയല്ലേ അതിനെ നോക്കിയത്. പൊന്നായതുകൊണ്ടൊന്നുമല്ല. എന്റെ കുടുംബത്തിന്റെ സൽപ്പേര് കളയാൻ ജനിച്ചതാണെങ്കിലും കൊല്ലാതെ വളർത്തിയത് ദൈവഭയമുള്ളതുകൊണ്ടാ. 6 വയസ്സിനുള്ളിൽ അനുവിന് ഞാൻ അവളെ കാണിച്ചു നൽകിയത് വെറും 3 പ്രാവശ്യമാ. അതും അവള് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയപ്പോ. 4 വയസ്സിന് ശേഷമുള്ള കുഞ്ഞാറ്റയുടെ ഒരു രൂപവും അനുവിന്റെ മനസ്സിലില്ല. എന്നിട്ടും നീ ഓരോ സമയവും അയച്ചു തന്ന ഫോട്ടോസ് ഞാൻ സൂക്ഷിച്ചു വച്ചത് അത്രയും അവള് കണ്ടുപിടിച്ചു. ആ സബ് കളക്ടറിന്റെ സംരക്ഷണയിലുള്ള കുഞ്ഞാറ്റയെ അവള് തിരിച്ചറിയുകയും ചെയ്തു. ഒരാശ്വാസം മാത്രമേ ഉള്ളൂ. കുഞ്ഞാറ്റയ്ക്ക് എന്നെയോ അനുവിനെയോ ഒന്നും ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് ആ സബ് കളക്ടറിന്റെ വാഹനം ഇടിച്ചതോടെ അതിന്റെ ഓർമ്മ പോയിന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, കുഞ്ഞാറ്റ എന്തിനാ നിന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടത്? നീ അതിനെ വല്ലാതെ ഉപദ്രവിച്ചോ? ആ കുട്ടി ഇപ്പൊ സബ് കളക്ടറുടെ സംരക്ഷണയില. അതിന് ഓർമ്മ എങ്ങാനും തിരിച്ചു കിട്ടിയാൽ, നിന്നെയും എന്നെയും കുറിച്ച് എങ്ങാനും പറഞ്ഞാൽ അതോടെ തീർന്നു കാര്യങ്ങൾ.
ഇട്ടത്? അത് കഴുകിയിട്ടതല്ലേ? നിന്റെ തുണികൾ കഴുകിയിടേണ്ടത് ഈ വീട്ടിലല്ല, അത് നിന്റെ വീട്ടിൽ കൊണ്ട് കഴുകിയിട്ടാ മതി. ശല്യം വന്ന് കേറിയത് മുതൽ ഒരു മനസമാധാനം ഇല്ല ഈ വീട്ടില്. ബുക്ക് തുറന്നൊരു അക്ഷരം പഠിക്കാൻ തുടങ്ങും ബഹളം. കളക്ടർ അമ്മയോട് പറഞ്ഞു കൊടുക്കും. നീ പറഞ്ഞു കൊടുത്താ എന്നെ എന്തോ ചെയ്യും? പറഞ്ഞു കൊടുത്ത് നല്ല അടി വാങ്ങിച്ചു തരും. നീ പറയോടി, എന്നാ ചെന്ന് പറയടി, ഞാൻ അടിച്ചെന്നും കൂടി പറ. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ തല്ലാൻ നിനക്ക് എങ്ങനെ തോന്നി? ഒരു കൊച്ചു കുഞ്ഞ്, പക്ഷെ പ്രവൃത്തികൾ വലിയവരെക്കാൾ വലുതാണല്ലോ. ഏത് നേരവും മനുഷ്യന് സ്വൈര്യം തരാതെ വലിയ വായിൽ വർത്തമാനം പറച്ചിലും തുള്ളിച്ചാടലും കൂകി വിളിക്കലും. എന്താ ഇവിടെ ഒരു ബഹളം? നിങ്ങൾ ആങ്ങളും പെങ്ങളും കൂടെ ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കിയാൽ നാട്ടുകാർക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. അച്ഛൻ ആദ്യം ഇവളുടെ പ്രവൃത്തികളൊന്ന് നിർത്തിക്കും, എന്നാ പിന്നെ എനിക്ക് ഒച്ച എടുക്കേണ്ടി വരില്ല. എന്താ മോളെ ഉണ്ടായത്? ഞാൻ ഇവിടെ തുണി വിരിക്കാൻ വന്നപ്പോ ഇവളുടെ തുണി ഇവിടെ കിടക്കുന്നു. ഞാനതെടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടു. അതിനാ ഇവിടെ കിടന്ന് ബഹളം വെച്ചത്. അതിന്റെ പേരിൽ ഏട്ടൻ എന്നെ തല്ലിയച്ചാ. തല്ലുകയല്ല, കൊല്ലുക വേണ്ടത്. തല്ലാനും കൊല്ലാനും ഒന്നും നിനക്ക് അധികാരമില്ല. അവള് പറയുന്നതിലും ന്യായമില്ലേ? പഠിക്കുന്ന പെണ്ണല്ലേ അവൾ. അവളുടെ മുന്നിൽ കിടന്ന് ഈ കൊച്ചു ബഹളം വെച്ചാൽ എങ്ങനെ പഠിക്കാൻ കഴിയും? എനിക്കും ഈയിടെയായി പത്രം പോലും വായിക്കാൻ കഴിയാണ്ടായി. ഇതിന്റെ കുത്തും തിരിച്ചിലും കാരണം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവളെ പിടിച്ച് കൂട്ടിലടയ്ക്കണമെന്നാണോ? അതെ, അതാ വേണ്ടത്. അനുസരണശീല ലെവലേശം ഇല്ലാത്ത ഇതിനെ ശരിക്കും പറഞ്ഞ ചങ്ങലക്കിടണം. സഞ്ജയ്, ഇതിലും വലിയ അപമാനമില്ല. എന്താ സഞ്ജയുടെ ഉദ്ദേശം? ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഞാൻ പറയാം. സാന്ദ്രാലയത്തിൽ കൊണ്ടാക്കും. സ്വന്തം വീടല്ലേ, പിന്നെ ആർക്കും പരാതി ഉണ്ടാവില്ല. സാന്ദ്രാലയത്തിൽ മാമാട്ടിയെ കൊണ്ടാക്കുന്നുവെങ്കിൽ ഒപ്പം ഞാനും ഉണ്ടാവും. വേണ്ട, തീരുമാനം ഞാൻ തന്നെ എടുക്കാം. ഇവിടെയും വേണ്ട, സാന്ദ്രാലയത്തിലും വേണ്ട. ഒരു വീട് വാടകയ്ക്ക് എടുക്കാം. അതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലത്. അവിടെ ഇതിന് കാറി കരയുകയോ തുള്ളിച്ചാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ വരില്ല ചോദിക്കാൻ. സഞ്ജയ് വാടക വീടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് സർക്കാർ വക ക്വാർട്ടേഴ്സ് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. വാ മോളെ. എന്റെ വീട്ടിൽ എനിക്ക് സ്ഥാനവും സ്വാതന്ത്ര്യവും ഇല്ല. കണ്ടതിനും പിടിച്ചതിനൊക്കെ സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുക. ഇനി ഞാൻ ഈ പടി ചവിട്ടില്ല. വാ മാമാട്ടി, ദേ ഇനി മുതൽ ഇതാണ് നമ്മുടെ വീട്. മോളെ, ഇവിടെ നിനക്ക് എന്ത് കുസൃതിയും ചെയ്യാം. ചോദിക്കാനും പറയാനും ഒക്കെ ഞാനും നിന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഒരാള് നിന്നെ തടയാനും ചോദ്യം ചെയ്യാനും ഉണ്ടാവില്ല. പോരെ? അതെ, എന്ന് കരുതി ഓവർ കുസൃതിയൊന്നും വേണ്ടാട്ടോ. ആ, ഈ പ്രായത്തിലെ ഒരുപാട് കുസൃതികൾ ഉണ്ടാവണം. എങ്കിലേ ബാല്യം ബാല്യമാവുകയുള്ളൂ. കുട്ടികളുടെ കുസൃതി അത് നിഷ്കളങ്കമാ. അതിനെ അങ്ങനെ മാത്രമേ കാണാവൂ. എങ്കിൽ അതിന് ഒരുപാട് അഴകും രസവും ഉണ്ടാവും. വേണ്ട, കൂടുതലങ്ങ് പ്രോത്സാഹിപ്പിക്കണ്ട. ഇതേ മാമാട്ടിയാ. ഇവളുടെ കുസൃതി ഏതറ്റം വരെ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ആണോ? ഇപ്പൊ ഈ പ്രോത്സാഹിപ്പിച്ച ആള് തന്നെ എന്നെ വഴക്ക് പറയും ഇവളുടെ കുസൃതി അതിര് കവിയൂന്നുള്ള കാര്യം. ആ അന്നമ്മയുടെ നമ്പറില്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. അന്നമ്മ എന്നെ ദിവസവും വിളിച്ചോണ്ടിരിക്കുക. ലഗേജുകളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് ഐശ്വര്യമായിട്ട് പുതിയ നമ്മുടെ സ്വർഗത്തിലേക്ക് വലത് കാല് വെച്ചെങ്കിൽ കേറാം. കേറിക്കും. ആ സൂപ്രണ്ടിന്റെ ഒരു കാര്യം, ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ആ ഫോട്ടോസ് എവിടെ പോയി? സൂപ്രണ്ട്, ഏയ് ആ സൂപ്രണ്ടിനെ വിളിക്കേ. എന്താടോ, ഞാൻ ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന പലതും നഷ്ടമായിരിക്കുന്നു. എനിക്കതിൽ പ്രധാനമായിട്ടുള്ളത് ആ കുട്ടിയുടെ ഫോട്ടോസ്. അതാ നഷ്ടമായിരിക്കുന്നത്. തീർച്ചയായും അത് അനുവിന്റെ കയ്യിലെത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അനു അവിടെ തിരിച്ചറിഞ്ഞത്.
ആരാ എന്നെ ചതിച്ചത്? അവൾക്ക് ആ ഫോട്ടോസ് എടുത്തു നൽകിയത് ആരാ? ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല സാർ. അറിയില്ലേ? ഇല്ല സാർ. എന്തിനാ ഞാൻ നിങ്ങൾക്ക് വലിയ ശമ്പളവും തന്ന് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്? അവൾ ആ കുഞ്ഞിനെ തിരിച്ചറിയാതിരിക്കാൻ വർഷങ്ങളായി ഞാൻ പെടാപ്പാടുപെടുകയായിരുന്നു. ഒടുവിൽ അതെല്ലാം തകർത്തു നിങ്ങൾ. ഇവിടെയുള്ള ആരോ ഒരാൾ അവൾക്കൊപ്പം ഉണ്ട്. അവര് സഹായിച്ചത് കൊണ്ടാ ആ ഫോട്ടോസ് അവളുടെ കയ്യിൽപ്പെട്ടത്. പക്ഷേ അതുകൊണ്ടൊന്നും വർഗീസ് പോത്തനെ തോപ്പിക്കാനാവില്ലടോ. ദാ ഇത് കണ്ടോ, ഹോസ്പിറ്റൽ എവിഡൻസ് ആണ്. എന്റെ മകൾ അനു വർഗീസ് പോത്തനാണ് ആ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നുള്ളതിന് ഏക ഹോസ്പിറ്റൽ റെക്കോർഡ്. ഭാഗ്യത്തിന് ഇത് അവൾക്ക് കിട്ടിയില്ല, ഇനിയോട്ട് കിട്ടുകയില്ല. ഇന്നുകൊണ്ട് തീരണമല്ല. എടുക്കണോ മണ്ണെണ്ണ? ഒഴിക്കണോ? സഹതാപമുണ്ട് എൻ്റെ മോളോട്. എൻ്റെ മോള് പ്രസവിച്ചതാണ് ആ കുഞ്ഞിനെ എന്ന് തെളിയിക്കുന്ന അവസാനത്തെ തെളിവാണ് ഈ കത്തിച്ചാമ്പലാകുന്നത്. ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ സംരക്ഷണയിൽ കഴിയുന്ന കുഞ്ഞിനെ തേടി എൻ്റെ മകൾ ഓടിച്ചെന്നാൽ അവരാദ്യം ചോദിക്കുക രേഖകളാകും. ആ കുഞ്ഞും നീയും തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്ന തെളിവ്. ഇനി എൻ്റെ മോള് എവിടെ പോയി കണ്ടെത്തും രേഖകൾ? കത്തിച്ചാമ്പലായി. സാന്ദ്രയുടെ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറ്റി. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? കാരണം മാമാട്ടി തന്നെ. സഞ്ജയിന്റെ സിസ്റ്റർക്ക് ഇവളെ അത്രയ്ക്ക് ഇഷ്ടമല്ല. വീട്ടിൽ താമസിച്ച് ശരിയാവില്ലെന്ന് തോന്നി. എന്നും ഓരോരോ പ്രശ്നങ്ങൾ. നയനയ്ക്കെന്തോ മാമാട്ടിയോട് വലിയ ദേഷ്യം. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ദേവുവിനെ കെട്ടണമെന്നായിരുന്നല്ലോ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അക്കാര്യവും മാമാട്ടി തമ്മിൽ എന്താ ബന്ധം? അഭിമാനക്കുറവ്. മാമാട്ടിയെ കണ്ട മരുമകളുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയാണെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിക്കും അത്രേ. എന്തിനാലും ഞാനൊരു കാര്യം പറയാം. ഈ കുട്ടിയുടെ പേരിൽ സാന്ദ്രയും സഞ്ജയും നിങ്ങളെ കുടുംബങ്ങളുമായിട്ട് കലഹിക്കരുത്. ഇന്നോ നാളെയോ മാമാട്ടി ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. എന്റെ പൂർണ്ണ വിശ്വാസം മാമാട്ടിയെ തേടി അതിന്റെ മാതാപിതാക്കളോ ബന്ധുക്കളോ വരുമെന്ന് തന്നെയാണ്. അതെന്താ, മാമാട്ടിയെ തേടി മാതാപിതാക്കൾ വരണമെന്ന് തന്നെയാണോ വക്കീലിന്റെ ആഗ്രഹം? സാന്ദ്ര, ഞാൻ സാന്ദ്രയെ പ്രകോപിപ്പിക്കാൻ പറഞ്ഞതല്ല. ഒരു പക്ഷെ സംഭവിച്ചേക്കാവുന്നൊരു സത്യം അത് പറഞ്ഞതേ ഉള്ളൂ. ഇല്ല, ഒരാളും വരില്ല. മാമാട്ടി എന്നെ വിട്ട് എങ്ങും പോവാനും പോകുന്നില്ല. മാമാട്ടിയെ തേടി ആരും വന്നില്ല എന്ന് പറഞ്ഞത് തെറ്റല്ലേ? ആ സ്ത്രീ അവരുടെ മകളെന്ന് പറയുന്നു. സാന്ദ്ര അത് അംഗീകരിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് മാമാട്ടി ഇപ്പോഴും സാന്ദ്രയ്ക്കൊപ്പം ഉണ്ട്. സാന്ദ്രയ്ക്ക് കുട്ടിയെ അവർക്ക് കൊടുക്കാതിരിക്കാനും ഒരു ന്യായമുണ്ട്. ആ സ്ത്രീ ഒരു മെന്റൽ പേഷ്യന്റ് ആണെന്നുള്ളത്. എന്നും ആ വാദത്തിൽ മാത്രം ഉറച്ചു നിന്ന് മാമാട്ടിയെ സംരക്ഷിക്കാമെന്നും കരുതരുത്. അതെ, അമ്മയ്ക്ക് പകരം ഒരു നാൾ മാമാട്ടിയുടെ അച്ഛൻ തന്നെ വന്നാലോ? ഇത്രയും നാളും വരാത്ത അച്ഛൻ എവിടുന്ന് വരാനാ ഡോക്ടറെ? സഞ്ജയ്, സത്യം പറയാതിരുന്നാൽ അത് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കലാവും. സാന്ദ്രയ്ക്ക് ഇഷ്ടക്കേടുണ്ടാവുമെന്നറിയാം. പക്ഷെ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. മാമാട്ടിയെ എല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങളുടെ മകളായി അവളെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞാൻ പറഞ്ഞ വിധത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതിനോട് പൊരുത്തപ്പെടാൻ മനസ്സ് പാകാകാനാ ഞാനിതൊക്കെ പറയുന്നത്. അന്യരായ ആരുടെയോ കുട്ടി ഏതോ സാഹചര്യത്തിൽ അവരിൽ നിന്ന് മിസ്സായി. സാന്ദ്രയുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചോ അതിനു മുമ്പോ ഓർമ്മശക്തി പോയ കുട്ടി. ഒരുപക്ഷെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാൽ ആ നിമിഷം അത് ശാഠ്യം പിടിക്കും അതിന്റെ മാതാപിതാക്കളെ കാണാൻ. മതി പറഞ്ഞത്. സാറ് പറയുന്നത് മുഴുവൻ മാമാട്ടി നഷ്ടപ്പെടുന്ന കാര്യ. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഐ എം വെരി സോറി. സഞ്ജയ്, എനിക്ക് അല്പം തിരക്കുണ്ട്. പോവാം നമുക്ക്. സാന്ദ്ര, അത്
വക്കീലിനെയും ഡോക്ടറെയും കണ്ട സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. എനിക്ക് സമയമില്ല. സഞ്ജയ്ക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. ഞാനും മാമാട്ടിയും പോവാ. വാ മോളെ. സോറി, സാന്ദ്ര ആകെ ഡെസ്പാ. പെട്ടെന്ന് വക്കീൽ അങ്ങനെ പറഞ്ഞപ്പോ ഷോക്കായി കാണും. അതാ. എന്നാ ഞാനും അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഓക്കെ, പോയിക്കോളൂ. ശരി. മോളെ, ഒരുപാട് ലാളിച്ചാ ഞാൻ നിന്നെ വളർത്തിയത്. ഇന്ന് എന്റെ മോളുടെ പേരിൽ നിന്റെ പപ്പയും മമ്മിയും ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഇപ്പോ ഞങ്ങളുടെ ഏക ആശ്വാസം പ്രാർത്ഥനയുടെ വഴിയാ. നീയും ഞങ്ങളുടെ വഴിയെ സഞ്ചരിക്കണം. മനസ്സ് ശാന്തമാക്കാനും ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം കണ്ടെത്താനും ഏക പോം വഴി ദൈവത്തിന്റെ വഴിയാ. ഇതൊക്കെ നിനക്ക് വേണ്ടി മമ്മി തന്നയച്ചതാ. വെറുതെ ഇരിക്കുന്ന മനസ്സിലാണ് സാത്താൻ കുടിയേറുന്നത്. അതുകൊണ്ട് എന്റെ മോൾ ഇതൊന്ന് വായിക്ക. ദൈവവചനം സ്വർഗത്തിലേക്കുള്ള പടിവാതിലാണ്. ദാ